സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. മഹേഷ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. മഹേഷ്, ഞായറാഴ്ച രാവിലെയായി നല്ല വാർത്തയാണ് ആളുകൾക്ക്. തീർച്ചയായിട്ടും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചതായിട്ടാണ് ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. 60 ലക്ഷത്തിലധികം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വരുന്ന വ്യാഴാഴ്ച മുതൽ ഈ പെൻഷൻ ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിലായിരിക്കും തുക എത്തിക്കുക. ബാങ്ക് അക്കൗണ്ട് വഴി കണക്ട് ചെയ്യാത്ത ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തിയിട്ട് പെൻഷൻ കൈമാറുകയും ചെയ്യും. 8,46,456 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയാണ്. അതിന് കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിന്റെ ആവശ്യമായ സംസ്ഥാനത്തിന് വിഹിതമായി 24.31 കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി അറിയിച്ചു. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 1600 വീതം 60 ലക്ഷത്തിലധികം പേർക്കാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ മഹേഷ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പെൻഷൻ ഗുണഭോക്താക്കൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് മഹേഷ് ചന്ദ്രൻ എത്തിച്ചത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലേക്ക് ഒരു ഗഡു പെൻഷൻ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നു. കെ.എൻ. ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്.